നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ പുത്തൂരിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഈ പുത്തൂരിൽ നമ്മുടെ പുത്തൂർ അമ്പലത്തിൻ്റെ തൊട്ട് അടുത്തുള്ള അക്സസ് ദർശൻ പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇതിൽ 2 ബെഡ്റൂം ഹാള് കിച്ചൺ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിനെയാണ് ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഈ സ്ഥലം നോക്കിയാൽ നമ്മുടെ പാലക്കാടിലെ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, കടകളുണ്ട്. ഇതിവിടെ കാണുന്നത് തന്നെയാണ് അമ്പലം. അതേപോലെ ഇപ്പുറത്ത് നോക്കിയാൽ അമ്പലത്തിൻ്റെ ഒരു കുളം, ഇതെല്ലതും ഉള്ള ഒരു സ്ഥലത്തിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ കുളമൊക്കെ ഇവിടെയുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള അക്സസ് ദർശൻ പറഞ്ഞിട്ടുള്ള ഈ ഫ്ലാറ്റിനെയാണ് ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇതാണ് ഫ്ലാറ്റിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലാറ്റിൽ വന്നിട്ട് ധാരാളം പാർക്കിംഗ് സ്പേസസ് ധാരാളം ഉണ്ട്. ഞാൻ വന്ന് പരിചയപ്പെടുന്നത് വന്നിട്ട് ഒരു സിംഗിൾ ഫ്ലാറ്റാണ്. അതിലേക്ക് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസും കാര്യങ്ങളും എല്ലതും ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഫ്ലാറ്റ് വന്നിട്ട് ലിഫ്റ്റ് ഫെസിലിറ്റീസ് എല്ലതും ഉള്ള ഒരു ഫ്ലാറ്റാണ്. 3rd ഫ്ലോറിലാണ് നമ്മുടെ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയുള്ളത് നമുക്ക് കയറി കാണാം. നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് 3rd ഫ്ലോറിലാണ്. നമുക്ക് മേലെ പോയി കാണാം. അപ്പോൾ നമ്മൾ കാണാൻ പോണത് 3A പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റിനെയാണ് കാണാൻ വേണ്ടി പോണത്. ഓരോ ഭാഗത്തും 4 വീടുകളാണ് ഉള്ളത്. എല്ലാവരും വന്നിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഫ്ലാറ്റ് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ വരിക. ഇവിടെ കയറി വന്ന വഴിക്ക് നല്ല രീതിക്ക് വീതി കൂടിയ ഒരു ഹാളോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് കിഴക്ക് മുഖമാണ്. അതിൽ ഇവിടെ നല്ല രീതിക്ക് ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോസ് കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതായത് മൊത്തം വന്നിട്ട് 1150 സ്ക്വയർ ഫീറ്റുള്ള 2 ബെഡ്റൂം ഹാള് കിച്ചൺ ആയിട്ടുള്ള ഫ്ലാറ്റാണ് നമ്മുടെ ഈ ഫ്ലാറ്റ്. ഈ ബിൽഡിംഗ് വന്നിട്ട് മൊത്തം ഒരു 13 വർഷം പഴക്കം ഉണ്ടാകും. എന്തെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് ഈ ഫ്ലാറ്റ്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റിൻ്റെ ഹാൾ ഭാഗം, ഡൈനിങ് ഭാഗം. ഇവിടെയാണ് ഇതിൻ്റെ കിച്ചൺ വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കിച്ചൺ ഏരിയ വരുന്നത്. ഇവിടെ ഗ്യാസ് ഒക്കെ നോക്കുന്ന സമയത്ത് സെൻട്രലൈസ്ഡ് ഗ്യാസ് ആണ്. സോ മീറ്ററിൽ റീഡിങ് അനുസരിച്ച് നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാം. എത്ര വേണമെങ്കിലും ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാം. എത്ര ഗ്യാസ് ഉപയോഗിക്കണോ അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് കൊടുത്താൽ മതിയാവും. അതേപോലെ ഇവിടെ വന്നിട്ട് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അവിടെ ഒരു പെറ്റ് ഉണ്ട്, അവിടെ ഒരു ഡാഗ് ഉണ്ട്. നല്ല രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡാഗ് ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഫ്ലാറ്റിൽ വന്നിട്ട് 2 ബെഡ്റൂമാണ് ഉള്ളത്. ഇവിടെ ഒരു ബെഡ്റൂമും ഇവിടെ ഒരു ബെഡ്റൂമും. ആദ്യത്തെ ബെഡ്റൂമായിട്ട് ഈ ബെഡ്റൂം നമുക്ക് കാണാം. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് കാര്യങ്ങളില്ലതും ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള കബോർഡുകളാണ്. അതേപോലെ ഇതിൽ ഇഞ്ഞൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബെഡ്റൂം തന്നെ നമ്മൾ അമ്പലത്തിനെ നേരടിയായിട്ട് ഇങ്ങനെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് നമുക്ക് വന്നിട്ട് തൊഴുന്ന രീതിക്കുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. അതേപോലെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഉള്ളത്. മെഡിക്കൽ ഷോപ്സ്, കടകൾ, ഓട്ടോ സ്റ്റാൻഡ് എല്ലതുമുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഏരിയ. അതേപോലെ ഈ ബെഡ്റൂം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഇവിടെ അറ്റാച്ച് ബാത്റൂം ഇവിടെയാണുള്ളത്.
അതേപോലെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇപ്പുറത്താണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വരുന്നതിൻ്റെ ഇവിടെയാണ് നമ്മുടെ പൂജാമുറി വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിവിടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നു. ഇതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം സ്ഥലം വിട്ടിട്ടാണ് ഉള്ളത്. ഇവിടെയും കബോർഡ് കാര്യങ്ങൾ എല്ലതും ധാരാളം വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ ബെറ്റർ ആയിരിക്കും. ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ കഴിയും. വീടിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് നമ്മുടെ അമ്പലത്തിന് നേരിടെ കാണുന്ന രീതിക്കും താഴെ ഭാഗം ബസ് സ്റ്റോപ്പും ഓട്ടോ സ്റ്റാൻഡ് കടകൾ എല്ലതും ഇവിടെ അറിയാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് ഒരുപാട് ഡോക്ടർമാരൊക്കെ ക്ലിനിക്ക് ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. മെഡിക്കൽ ഷോപ്പ് കാര്യങ്ങളും എല്ലതും അടുത്തുള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ. അപ്പോൾ ഈ ബെഡ്റൂമിക്ക് ചേർന്ന പോലെ ഈ ഭാഗത്ത് ഒരു ബാത്റൂം ഒന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടിടത്ത് ബാത്റൂം. അപ്പോൾ നമ്മൾ കണ്ട ഈ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് ഡയറക്റ്റ് നമ്മുടെ പുത്തൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അക്സസ് ദർശൻ എന്നാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ പേര് വരുന്നത്. മൊത്തം വന്നിട്ട് 1150 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 2 ബെഡ്റൂം ഹാള് കിച്ചൺ ആയിട്ടുള്ള ഫ്ലാറ്റാണ്. നമ്മുടെ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് 3rd ഫ്ലോറിലാണ്. പിന്നെ മേളിക്കൂടെയും 1-2 ഫ്ലോറൊക്കെ ഉണ്ട്. അതിന് മുകളിൽ ഷീറ്റും കാര്യങ്ങളും എല്ലാം തൊട്ടുണ്ട്. ഈസ്റ്റ് ഫേസ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഫ്ലാറ്റാണ് നമ്മുടെ ഫ്ലാറ്റ്. അപ്പോൾ ഇതിൻ്റെ മന്ത്ലി മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വന്നിട്ട് 2500 രൂപയാണ് വരുന്നത്. അതൊന്ന് 3 മാസത്തിൽ ഒരിക്കലാണ് കൊടുക്കുക. അതൊന്ന് ഉമ്മാർത്തൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ ഇലക്ട്രിക്കലോ വേറെ വല്ല എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മന്ത്ലി മെയിൻ്റനൻസ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥൻ ഈ ഫ്ലാറ്റിലേക്ക് ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് എത്ര നോക്കുന്ന സമയത്ത് 53 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസ് ഒന്ന് ചെറിയ മാറ്റം വരും. നെഗോഷ്യബിളിനും തയ്യാറാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഫ്ലാറ്റ് എടുക്കുക എന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.